ഇടുക്കിയിലേക്ക് പോവുകയാണ്. സങ്കട വാർത്ത വരുന്നുണ്ട്. അവിടെ അണക്കരയിലാണ് 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച അധ്യാപകനെതിരെ കേസെടുത്തത്. അധ്യാപകനോട് 1 മാസം അവധിയിൽ പോകാൻ PTA നിർദ്ദേശിച്ചു. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനമുണ്ട്. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അധ്യാപകൻ ഈ കുട്ടിയെ മാത്രമേ മർദ്ദിച്ചിട്ടുള്ളൂ, ബാക്കി കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ടോ, ഇയാളൊരു ടെററായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടോ? മാത്രമല്ല അവധിയിൽ പോകാനുള്ള ഒരു നിർദ്ദേശം അതെന്തുകൊണ്ട്? അത് സ്വാഭാവികമായ ഒരു നടപടി മാത്രം ഉണ്ടാവും. ശിക്ഷാ നടപടിയാ? ഹാഷ്മി, മറ്റു കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് വണ്ടൻമേട് പോലീസ് ശിവകുമാർ എന്ന അധ്യാപകനെതിരെ, അണക്കര ഹൈസ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, തമിഴ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ശിവകുമാർ. ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആ ക്ലാസ്സിൽ വെച്ച് ഈ 7ാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ട് അടിക്കുകയും പിന്നീട് മുട്ടുകുത്തിച്ച് നിർത്തുകയും അതിനുശേഷം ചൂരൽ കൊണ്ട് വയറ്റിൽ ഉൾപ്പെടെ അടിക്കുകയും കാല് വെച്ച് ചവിട്ടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഈ കുട്ടിയുടെ പരാതി. ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ട് അല്ലെങ്കിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും സ്കൂൾ അധികൃതരും ഈ കാര്യത്തിൽ നടപടിയുടെ പ്രാഥമിക ഘട്ടം നടപ്പാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 1 മാസത്തേക്ക് അവധിയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ മുട്ടുകുത്തി നിർത്തുക, ചൂരലുകൊണ്ട് വയറ്റത്തടിക്കുക, ചവിട്ടുക, ഇയാൾ അധ്യാപകനാണോ ഗുണ്ടയാണോ രാഹുൽ? ഹാഷ്മി, അധ്യാപകനെ കളിയാക്കി എന്നതിന്റെ പേരിലാണ് ഇത്രയും മർദ്ദനം ആ കുട്ടി നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ആ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. ക്ലാസ്സിൽ വെച്ച് ഈ കുട്ടി എന്തോ കളിയാക്കി എന്നുള്ളതാണ് ഈ അധ്യാപകൻ പറയുന്നത്. അത് മറ്റൊരു കുട്ടിയാണ്. ഈ കുട്ടി കളിയാക്കുന്നത് അധ്യാപകൻ കേട്ടിട്ടില്ല. മറ്റൊരു കുട്ടി അധ്യാപകനോട് 7ാം ക്ലാസ്സുകാരൻ കളിയാക്കി അധ്യാപകനെ എന്ന് ചെന്ന് പറയുന്നു. അതിന്റെ വാശിയിൽ ക്ലാസ്സിലേക്ക് വരികയും ചൂരൽ കൊണ്ട് അടിക്കുകയും മുട്ടുകുത്തിച്ച് നിർത്തുകയും ചവിട്ടുകയും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടിയുടെ മൊഴി അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ബാക്കി ക്ലാസ്സിലെ കുട്ടികളുടെ മൊഴിയും ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കുട്ടികൾക്കും ഒരു ആശങ്കയുണ്ട്, പേടിയുണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുകയും ചെയ്യും എന്നുള്ള സ്കൂൾ അധികൃതരും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 1 മാസത്തേക്ക് അവധിയിൽ പോകാനാണ് സ്കൂൾ അധികൃതർ അധ്യാപകനോട് പറഞ്ഞിരിക്കുന്നത്. മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തത കുറവുണ്ട്. അത്തരം നടപടികളിലേക്കൊക്കെ നീങ്ങുന്നതിൽ സാധ്യതയുണ്ട് താനും. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.